ഹലോ കുട്ടിയോൾസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇപ്പം എന്തായാലും എക്സാം അടുത്തായിട്ടുണ്ടല്ലേ? ഡിസംബർ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തായിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു റഷിലായിരിക്കും എന്നറിയാം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ചെറിയൊരു ഉപദേശം കേട്ടോ, വലിയ ഉപദേശമൊന്നുമല്ല, ചെറിയൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് കൊമേഴ്സ് രണ്ട് തരത്തിൽ പഠിക്കണം. അതായത് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തിയറീസ് ഒരുപാട് വായിക്കേണ്ടി വരും, ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി അങ്ങനെയുള്ള സബ്ജക്റ്റ് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ചെയ്ത് പഠിക്കുക. ഓക്കെ, കാരണം എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് ഇപ്പം നിങ്ങൾ GDP, GNP ഒക്കെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കും. പക്ഷേ നിങ്ങൾ എക്സാമിന് നിങ്ങൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ പേപ്പറിൽ അത് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ വരും. അതുകൊണ്ടാണ് പറയും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് തവണ എഴുതണം. അക്കൗണ്ടൻസിയുടെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ട് നിൽക്കണം. അതിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് വളരെ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. മാക്സിമം ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. സെറ്റല്ലേ? ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും റൈറ്റ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും, ഷുവർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കണം. ഞാൻ ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ, ഈ വിഷയം പഠിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികളായിട്ട് സംസാരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, ഇത് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഒക്കെ ഇങ്ങനെ പഠിക്കുക. പിന്നെ അത് ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും അടുത്ത ഇക്വേഷൻ കിട്ടുള്ളൂ. ആ ഇക്വേഷൻ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇക്വേഷൻ കിട്ടില്ല. സിസ്റ്റമാറ്റിക് രീതിയിൽ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നില്ല. അതാണ് ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അറിയോ? ഒരു സ്പെഷ്യൽ മോഡൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. Z മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡാണ് കേട്ടോ. Z മോഡൽ നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ പറയില്ല. ബിഗിനിങ്ങിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ അത് മാത്രം കണ്ടിട്ട് അങ്ങനെ പോകണ്ട. ഓക്കെ, നമ്മൾ ക്ലാസ്സിൻ്റെ എൻഡിലും അല്ല പറയാം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരില്ല. ക്ലാസ്സിൻ്റെ ഒരു മിഡിൽ പോർഷൻ, ഒരു 10th ആ ഒരു സ്ലൈഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. Z മോഡൽ കേട്ടോ. ആ GDP, GNP ഇക്വേഷൻസ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, സോ ലേറ്റ് ആകുന്നില്ല. സോ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിൽ SA മാർക്സ് ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, സോ ഇത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഐ വിൽ ഷോ യു സംതിങ്. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക? അതിനെ ക്ലാസിഫൈ ചെയ്യാം. എക്കണോമിക്സ് പഠിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എല്ലാം പാടെ തോനെ പഠിക്കാൻ പാടില്ല. അതായത് എല്ലാം ഒരുമിച്ച് പഠിക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിക്കാൻ പാടില്ല. ഈവൺ ദോ ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുമിച്ച് പഠിക്കരുത്. അതായത് ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളിന്ന് എടുക്കാവുന്ന ടോപ്പിക്ക് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് ആട്ടോ. ഈ മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കേണ്ടി വരും. എല്ലാ ബേസിക് കോൺസെപ്റ്റും അല്ല, കുറച്ച് ബേസിക് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടി വരിക സർക്കുലർ ഫ്ലോ ഇൻ ടു സെക്ടർ എക്കണോമി. ഇത് രണ്ടും സെറ്റായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സാധനം പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇതും സെറ്റായാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ, മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സോറി കേട്ടോ, മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഏത് ടോപ്പിക്ക് പഠിക്കുന്നത്? GDP പറ്റി പഠിക്കുന്നത് അല്ലേ? GDP പറ്റി പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ GDP ഡിഫ്ലേഷനെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായല്ലോ? അതായത് ഇതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. ആദ്യം ഇത് പഠിക്കണം, അതിനുശേഷം ഇത് പഠിക്കണം. ആ രീതിയിലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്കണോമിക്സിലെ ഈ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാവുള്ളൂ. എക്കണോമിക്സിന് ഏത് സബ്ജക്റ്റ് നിങ്ങൾ അങ്ങനെ പഠിക്കാവുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ക്ലാസ്സിൻ്റെ ഒരു സ്ലൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ രീതിയിൽ തന്നെ പഠിക്കുക. ക്ലിയർ ആവും. നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഇക്വേഷൻസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആവും. ഓക്കെ, സോ ലേറ്റ് ആകുന്നത് ഞാൻ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ഐ എം ജസ്റ്റ് മൂവിങ് ടു മൈ ടോപ്പിക്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ? മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് ആട്ടോ. എന്താണ് ഈ ചെങ്ങായി? ഓക്കെ, മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കേട്ടോ. സോ അതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് കേട്ടോ. സോ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നേരത്തെ പറഞ്ഞു ഞാൻ, അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം പഠിക്കണം. ഓക്കെ, അതായത് സർക്കുലർ ഫ്ലോ ഇൻ ടു സെക്ടർ എക്കണോമി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പഠിക്കും. ഒരു പേപ്പറും ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എടുക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക?
സർക്കുലർ ഫ്ലോ ഇൻ ടു സെക്ടർ എക്കണോമി 1. അതിനുശേഷം കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കും. അതാണ് സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 ആയി 2 ആയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെ പഠിക്കാവൂ. എഴുതി വെച്ച ബുക്കിൽ ആദ്യം സർക്കുലർ ഫ്ലോ പഠിക്കും നമ്മൾ. അതിനുശേഷം ബേസിക് ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കും? മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് പഠിക്കും. ക്ലിയർ ആണല്ലോ? ഷുവർ, റൈറ്റ്? ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? സർക്കുലർ ഫ്ലോ ഇൻ ടു സെക്ടർ എക്കണോമിക് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണെന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ടു സെക്ടർ എക്കണോമി. ഓക്കെ, ടു സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട് അല്ലെ? ഹൗസ് ഹോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഫേംസുകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? ഇത് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പഠിക്കരുത്. പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ആൾ ഞാൻ, എൻ്റെ പേര് റാഹിൽ എന്നാട്ടോ. എൻ്റെ വീട് ഇവിടെ ഉണ്ട്. അയ്യോ, എൻ്റെ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് റാഹിൽ എന്നാണ്. എൻ്റെ വീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്ക് ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്. 50 സെൻറ്റ് സ്ഥലമുണ്ട്. എൻ്റെ സ്ഥലം കേട്ടോ, ഞാൻ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് 50 സെൻറ്റ് സ്ഥലമുണ്ട്. ഫൈൻ. അപ്പോൾ എന്താണ്, അവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അവരെന്നെ അപ്രോച്ച് ചെയ്യുന്നു. പിന്നെ നമുക്കിങ്ങനെ നിങ്ങൾ 50 സെൻറ്റ് സ്ഥലം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെജിറ്റബിൾ മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെജിറ്റബിൾസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങൾ, അത് ആളുകൾക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും, റീറ്റെയിലായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എന്തായാലും ഞാൻ വെറുതെ വെച്ച സ്ഥലമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സ്ഥലം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവർക്ക് എൻ്റെ സ്ഥലം ഞാൻ കൊടുത്തു. എന്താ? എൻ്റെ സ്ഥലം ഞാൻ കൊടുത്തു. സ്ഥലം കൊടുത്തിട്ടോ, 50 സെൻറ്റ് ഞാൻ കൊടുത്തു അവർക്ക്. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇവിടെ ജോലിക്കാരൊന്നും തീരെ കിട്ടുന്നില്ല, നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നമുക്ക് ജോലിക്ക് ആളുകളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈൻ, എൻ്റെ ബ്രദറിന് ഞാൻ എന്ത് ചെയ്യാം, അവിടെ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടത്തേക്ക് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബ്രദറിനെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ അവനാരാ? ആ ഫേമിൽ ആരാണ്? അവനെ ലേബറാണ് അല്ലേ? ലാൻഡിനെ കൊടുത്തു, ലേബറിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ കൊടുത്തു. അതിനുശേഷം ആ ഫേം പറയാണ്, നമുക്ക് കുറച്ച് ക്യാപിറ്റലിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് പോസിബിൾ ആവുമെന്ന് ചോദിക്കും. പോസിബിൾ ആണോ എന്നോട് ചോദിച്ചു. റാഹിലിന് അത് പോസിബിൾ ആണോ? കുറച്ച് ക്യാപിറ്റലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഫേമിൽ, ഒരു 5 ലാഖിൻ്റെ ഒരു പെൻഡിങ് കൂടി ഉണ്ടായിരുന്നു, തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ തരാം, ഫൈൻ, നോ ഇഷ്യൂസ്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കേട്ടോ, സ്ഥലമുണ്ട്, പൈസ ഉണ്ട്, ഞാൻ ആരാ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു 5 ലാഖ് റുപ്പീസ് ഞാൻ ആ ഫേമിന് കൊടുത്തു. എന്താ അത്? ക്യാപിറ്റലാണല്ലേ, റൈറ്റ്? ഇതാണെന്ത്? ഫാക്ടർ സർവീസ്. അതായത് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഫാക്ടർ സർവീസിന് ആര് കൊടുക്കും? ഫാക്ടർ സർവീസൊക്കെ ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. ഇതിപ്പം റാഹിലിൻ്റെ വീട്ടിനടുത്ത് നിൽക്കുന്ന ഫേമും തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നത്. അതായത് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? എന്തെങ്കിലും തരത്തിലുള്ള ഫാക്ടർ സർവീസ് കൊടുക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 3 ഫാക്ടർ സർവീസ് കൊടുത്തു കേട്ടോ. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അവർ ലേബേഴ്സിനെ മാത്രം ഫേമിലേക്ക് കൊടുക്കും അല്ലേ? അതായത് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് ആൾക്കാർ ജോലിക്ക് പോകുന്നില്ലേ, അതെന്താ? ഫാക്ടർ സർവീസ് അല്ലേ? നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മളെ അച്ഛനും അമ്മയൊക്കെ എന്താണ്, ചിലപ്പോൾ രാവിലെ തന്നെ അവരെന്ത് ചെയ്യണം? ജോലിക്ക് പോകുന്നുണ്ടാവും. അവിടെ നിന്ന് സംഭവിക്കുന്നത്, ഹൗസ് ഹോൾഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? കുറച്ച് ആളുകൾ പോയിട്ട് ഒരു ഫേമിൽ വർക്ക് ചെയ്യാണ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഫാക്ടർ സർവീസാണ്. അതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫാക്ടർ സർവീസ് ക്ലിയർ അല്ലേ? എന്താണെന്നുള്ളത്? ഹൗസ് ഹോൾഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? അവിടത്തേക്ക് ഈ പറയുന്ന ഫാക്ടർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, റൈറ്റ്? ഇനി എന്താണ്? അത് കൊടുത്തു കഴിഞ്ഞു, ഇവിടെ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഫേം എന്ത് എനിക്ക് തിരിച്ചു തരും? ഞാനിവിടെ ലാൻഡ് കൊടുത്തില്ലേ, ഇവിടെ ക്ലിയർ അല്ലേ? ഞാൻ ലാൻഡ് കൊടുത്തു. ലാൻഡിന് എനിക്കെന്താ തിരിച്ച് കിട്ടുക? ഞാൻ സ്ഥലം കൊടുത്തു. എൻ്റെ ഒരു 50 സെൻറ്റ് ആ സ്ഥലം കൊടുത്തില്ല അവർക്ക്, അവരെനിക്കിന്ന് തിരിച്ചു തരും. അവരെനിക്ക് തിരിച്ചെന്ത് തരും? എനിക്ക് റെൻറ്റ് തരൂലടാ അല്ലേ? റെൻറ്റ് തരൂലേ? ആ സ്ഥലത്തിന് റെൻറ്റ് തരൂലേ? എൻ്റെ അനിയൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതേ ഞാൻ കൊടുത്ത ഫാക്ടറി സർവീസാണ്. അവനെന്താ തിരിച്ച് കിട്ടുന്നേ? വേജസ് അല്ലേ? എൻ്റെ ബ്രദറിന് എന്ത് ചെയ്യുന്നുണ്ട്? വേജസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അതേപോലെ തന്നെ ഞാൻ കൊടുത്ത എന്താണ്? എൻ്റെ ക്യാപിറ്റൽ കൊടുത്തു. ഞാനൊരു 5 ലക്ഷം രൂപ അവർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. അവർക്ക് തിരിച്ച് എനിക്ക് എന്ത് തരും? അതിനുള്ള ഇൻട്രസ്റ്റ് തരും.
സർവീസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, അതിനുള്ള ഫാക്ടർ പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടും. ഇനിയിപ്പോൾ ഹൗസ് ഹോൾഡിൽ നിന്ന് കുറച്ച് ആളുകൾ ജോലിക്ക് മാത്രം ഫേമിലേക്ക് പോകുന്നെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, അവിടെ വേജസ് മാത്രം കിട്ടും. ഞാനിവിടെ എന്തൊക്കെ കൊടുത്തു, എൻ്റെ സ്ഥലം കൊടുത്തു, അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി, റെൻറ്റ് കിട്ടി. എൻ്റെ ബ്രദർ അവിടെ ജോലിക്ക് പോയി, അതുകൊണ്ട് അവനിക്ക് വേജസ് കിട്ടി. ഞാൻ അവർ 5 lakh rupees അവർക്ക് വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ കൊടുത്തു, അവരെനിക്കത് 5 lakh rupees ഇൻട്രസ്റ്റ് തന്നു. ഇതാണ് ഫാക്ടർ സർവീസും അതിന് തിരിച്ച് കിട്ടുന്ന ഫാക്ടർ പേയ്മെൻറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആവണം. ഓക്കെ, ഇതാണ് ഫാക്ടർ സർവീസും ഫാക്ടർ പേയ്മെൻറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോട്ടെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ വിഷയമില്ല. അതാ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് അയച്ചിട്ട് പറയാം, സാറേ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു തരും കേട്ടോ, നോ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. ഫൈൻ. അപ്പോൾ ഇത് രണ്ടും സെറ്റായല്ലോ. ഇനി നമുക്ക് പോകാനുള്ളത് എവിടെയാണ്? ഇത് കഴിഞ്ഞ് എന്തായി, എനിക്ക് ഈ പറയുന്ന റെൻറ്റും കിട്ടി, എൻ്റെ ബ്രദറിന് എന്ത് കിട്ടി, വേജസ് കിട്ടി, എനിക്ക് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടി, ഒക്കെ എനിക്ക് കിട്ടിയില്ല. ഇനി പൈസയൊക്കെ എനിക്ക് പൈസ കിട്ടിയല്ലേ, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് റെൻറ്റ് കിട്ടി, എൻ്റെ ബ്രദറിന് വേജസ് കിട്ടി, എൻ്റെ വീട്ടിൽ ഒരുപാട് പൈസ എന്ത് ചെയ്തു, അവിടെ ഒരുപാട് പൈസ കിട്ടി, പൈസ വന്നല്ലേ. ഇനി ഈ പൈസനെ കൊണ്ട് ഞാൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാകുക? ബേസിക്കായിട്ട് ഞാൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാകുക? ഫുഡ് കഴിക്കണ്ടേ? ഫിസിയോളജിക്കൽ നീഡ്സ് ആട്ടോ, ഞാൻ ഫുഡ് ആയതുകൊണ്ടൊന്നുമില്ല, എല്ലാവർക്കും ഫുഡ് വേണം ബേസിക്കായിട്ട് നിന്ന് പോകാൻ അല്ലേ. അപ്പോൾ എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവേണ്ടത്. നമ്മൾ മുന്നേ മോട്ടിവേഷൻ, ബിസിനസ് സ്റ്റഡീസിലെ മോട്ടിവേഷനിലെ മാസ്ലോ തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എല്ലാ മനുഷ്യർക്കും എന്ത് വേണം, ഭക്ഷണം, എയർ, വാട്ടറൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പൈസനെ കൊണ്ട് കോമൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം വാങ്ങിക്കും. എനിക്ക് കുറച്ച് പച്ചക്കറി വേണ്ടി വരും അല്ലേ, കുറച്ച് വെജിറ്റബിൾസ് വേണ്ടി വരും. ഞാൻ എവിടെയെങ്കിലും പോവോ? ഇല്ല, എവിടെ പോവില്ല. ബിക്കോസ് എന്താ, എൻ്റെ വീട്ടിനടുത്ത് തന്നെ വലിയൊരു ഹോൾസെയിൽ വെജിറ്റബിളിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള പൈസ എന്ത് ചെയ്യാണ്, എനിക്ക് റെൻ്റായിട്ട് കിട്ടിയതും എൻ്റെ ബ്രദറിന് വേജസ് ആയിട്ട് കിട്ടിയതും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ പൈസയൊക്കെ ഞാൻ എവിടെ ചിലവഴിക്കുകയാണ്? അയ്യോ, ഞാനിവിടെ ഫേമിലേക്ക് തന്നെ ചിലവഴിക്കുകയാണ് അല്ലേ. ഒന്നും കൂടി പറഞ്ഞുതരാം. സ്ഥലം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ സ്ഥലം കൊടുത്തു, എനിക്ക് ആ സ്ഥലത്തിന് എന്ത് തന്നു, റെൻറ്റ് തന്നു. ഈ റെൻറ്റ് കിട്ടിയോണ്ട് ഈ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ അല്ലേ? എനിക്ക് എന്ത് ചെയ്യണം, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണം. ഞാൻ എന്ത് ചെയ്തു, ആ പൈസ നേരെ കൊണ്ടുപോയിട്ട് ഈ വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ ഞാൻ ചിലവഴിച്ചു. അപ്പോൾ അവരെനിക്ക് എന്ത് തന്നു, കുറച്ച് വെജിറ്റബിൾസ് തന്നു. മനസ്സിലായില്ലേ? ഇവിടുത്തെ വരെ ക്ലിയർ അല്ലേ? ഈ സംഭവം രണ്ട് ക്ലിയർ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടൊന്ന് സംഭവിച്ചേ, എനിക്ക് കിട്ടിയ റെൻറ്റും വേജസൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ മക്കളെ, സ്പെൻഡ് ചെയ്തു, ഞാൻ ചിലവഴിച്ചു. ഇവിടുന്ന് എന്ത് ചെയ്തു, കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. ഇവിടെ പൈസ കൊടുത്തപ്പോൾ അവരെനിക്ക് എന്ത് തന്നു, അവർ കുറച്ച് പച്ചക്കറി തന്നു. അതാണെന്ത് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ഇതാണെന്ത് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു ലൂപ്പല്ലേ. ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് വന്നു, അപ്പോൾ എൻ്റെ ബ്രദർ എന്താണ്, വീണ്ടും ഇവിടെ ജോലിക്ക് പോവുകയാണ്, അവന് വീണ്ടും എന്ത് ചെയ്യാണ്, അതിന് പൈസ കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, പച്ചക്കറി വാങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, നമുക്ക് വെജിറ്റബിൾസ് കിട്ടുകയാണ്. റൈറ്റ്? ക്ലിയർ ആണോ? ഒറ്റ തവണ കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒറ്റ തവണയും കൂടി. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവണം. ഓക്കെ, ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഫൈൻ, സോറി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആട്ടോ. അതാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ ഹൗസ് ഹോൾഡിലുള്ള ആളുകൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ റാഹിൽ സാർ എന്ത് ചെയ്യും, ഞാൻ ഇവിടത്തേക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടുന്ന സ്ഥലം കൊടുക്കും, അല്ല ലാൻഡ് കൊടുക്കും. ആ ലാൻഡ് എനിക്ക് എന്ത് ചെയ്യും, അവർ തിരിച്ച് റെൻറ്റ് തരും അല്ലേ. ലാൻഡിന് അവർ തിരിച്ച് റെൻറ്റ് തന്നു. റെൻറ്റ് കിട്ടിയ പൈസ എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ ഷെൽഫിൽ ഇങ്ങനെ വെക്കാനാണോ? അല്ല, ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതേ ഷോപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, വെജിറ്റബിൾസ് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ പൈസ ചിലവഴിച്ചു, അവിടെ എനിക്ക് എന്ത് ചെയ്യും, അവർ തിരിച്ച് കുറച്ച് വെജിറ്റബിൾസ് തരും. ഇതാണെന്ത് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആവണം. ഇത് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങൾ വിചാരിക്കണ്ടാവും, സാർ ഇത് കിട്ടിയിട്ടും നിങ്ങൾ എന്തിനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ബിക്കോസ് ഇത് കിട്ടിയാൽ മാത്രമേ GDP ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോഴല്ലോ, നിങ്ങളെപ്പോൾ മനസ്സിലാക്കുക, അപ്പം ചില സാറുമാർ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ്, പറഞ്ഞ് ബോറടിപ്പിക്കുക എന്ന് പറയും. പക്ഷേ എന്താ അറിയോ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ പലതരത്തിലുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിലുള്ള കുട്ടികളുണ്ടാവും അല്ലേ. ചിലപ്പോൾ ചിലക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലക്ക് എന്ത് ചെയ്യണമെന്നില്ല, പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം ആസ് എ സ്റ്റുഡൻറ്റ് ഈ കാണുന്ന കുട്ടികളും ആസ് എ ടീച്ചർ എന്ന നിലയിൽ ഞാനും എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു ക്ലാസ്സിലുള്ള അതായത്
ഒരു നോളജ് ലെവലിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുട്ടിക്കും കോൺസെപ്റ്റ് മനസ്സിലാകുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കണം. അത് കേൾക്കാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവണം, നിങ്ങൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതാണത് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി എന്താണ്, ഇനി കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ പറയാം കേട്ടോ. അത് മനസ്സിലായല്ലോ. ഇനി കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ കേട്ടോ. അതാ ഞാൻ പറഞ്ഞൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. എന്താണ് റോ മെറ്റീരിയൽസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ് അല്ലേ. റോ മെറ്റീരിയൽസ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്തുണ്ടോ ഞാൻ ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നോക്കി. അതായത് എന്താണ് റോ മെറ്റീരിയൽ, ഇതിനിപ്പോൾ ഏത് എക്സാമ്പിൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ +2 കാലം ഓർമ്മ വന്നു. +2 കാലം ഓർമ്മ വരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് എന്താണെന്നറിയോ, പഠിപ്പിച്ച ടീച്ചേഴ്സാണോ? ആണ്. പഠിച്ച ടീച്ചേഴ്സാണ്. സ്കൂളാണോ? ആണ്. സ്കൂൾ വരാന്തകളാണോ? ആണ്. പഴയ മെമ്മറീസ് ആണോ? ആണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ, മുട്ട പപ്സാണ്. സത്യമായിട്ട് മുട്ട പപ്സ് ഉണ്ടല്ലോ, സത്യമായിട്ട് ഞാനിങ്ങനെ +2 എൻ്റെ മനസ്സിൽ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നത് മുട്ട പപ്സാടാ. എനിക്കറിയില്ല എന്തുകൊണ്ടാണത്. ആ പപ്സും എൻ്റെ അവിടെ സ്കൂളിൻ്റെ അടുത്തൊരു MRS ഒരു ബേക്കറി ഉണ്ടായിരുന്നു. MRSലെ പപ്സും ഫ്രഷ് ലൈമും. അതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ സ്കൂളിൽ പോകാനുള്ള. ഇങ്ങനെ ലഞ്ച് ബ്രേക്ക് അടി ഞാൻ കാത്തുക്കും ഒക്കെ പോയിട്ട് പെട്ടെന്ന് പോയി ചൂട് പപ്സ് ഉണ്ടല്ലോ അത് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും പപ്സ് ഇഷ്ടമല്ലേ? എല്ലാവർക്കും പപ്സ് ഇഷ്ടം. എന്നെ മാത്രം കുറ്റം പറയണം കേട്ടോ, എല്ലാവർക്കും പപ്സ് ഭയങ്കര ഇഷ്ടം, എനിക്കറിയാം. ഓക്കെ, റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിച്ചോ. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പപ്സ് ഉണ്ടാക്കണമല്ലേ. ഒരു പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താ ആവശ്യം ഉണ്ടാവും, മൈദപ്പൊടി ആവശ്യം ഉണ്ടാവും അല്ലേ, എഗ്ഗ് ആവശ്യം ഉണ്ടാവും, പിന്നെ അതുപോലെ ഓനിയൻസ് ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്ന പിന്നെ മൈദ അല്ലേ, മൈദ വേണം, പിന്നെ മൈദ വേണം, അതുപോലെ ഓനിയൻസ് വേണം അല്ലേ. ഓനിയൻസ് എന്ന് കൊടുക്കുന്നത് നമുക്ക് വെജിറ്റബിൾസ് അല്ല, അതിൽ പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് മാത്രം കൊടുക്കുന്നത് ശരിയില്ല. പിന്നെ വെജിറ്റബിൾസ് അല്ലേ, വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും, എഗ്ഗ് വേണ്ടി വരും അല്ലേ. അയ്യോ, എഗ്ഗ് വേണം. ഓക്കെ, എഗ്ഗ് വേണം അല്ലേ. ഇതിനെല്ലാം പാടെ നമുക്കൊരു സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 10 റുപ്പീസാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു എക്സ്പെൻസ് വരുന്നത് അല്ലേ. അതായത് റോ മെറ്റീരിയൽസ്, പിന്നെ റോ മെറ്റീരിയൽസിന് മാത്രം നമുക്ക് എന്ത് വരും, 10 രൂപ ചിലവ് വരില്ല. ഒരു പപ്സ് ഉണ്ടാക്കേണ്ട കാര്യം കേട്ടോ പറയുന്നത്, ഒരു പപ്സാണ് കേട്ടോ, പപ്സ്. ഓക്കെ, ഒരു പപ്സ് ഉണ്ടാക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. 10 റുപ്പീസ് ഇവിടെ ഇതിന് മാത്രം നമുക്ക് ആവശ്യമുണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചിലവുണ്ടല്ലോ, ഗ്യാസിൻ്റെ ചിലവുണ്ടാവും, അതൊക്കെ ചിലവുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, മൈദ നമ്മളിത് കുക്ക് ചെയ്തിട്ട് അതിനെന്തായി ഒരു പിന്നെ എന്താ പറയുക, പേസ്ട്രി അല്ലേ. ആ മൈദൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിന് പേസ്ട്രി എന്നാട്ടോ പറയാം, പേസ്ട്രി ആയി. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് സോട്ട് ചെയ്തിട്ട് അതിൽ കുക്ക് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതെന്തായി, വെജിറ്റബിൾ സെറ്റായി അല്ലേ, വെജിറ്റബിൾ കുക്ക്ഡായി അല്ലേ, കുക്കായി. പിന്നെ എന്താ, എഗ്ഗ് എന്ത് ചെയ്തു, നമ്മൾ ബോയിൽ ചെയ്തു അല്ലേ, എഗ്ഗ് ബോയിൽ ചെയ്തു. ഇതിനൊക്കെ നമുക്ക് എന്താ കൂടുതൽ ചിലവ് വരിക, നമുക്ക് ഗ്യാസിൻ്റെ എക്സ്പെൻസ് വരും അല്ലേ. സപ്പോസ് നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു 3 റുപ്പീസ് ആയിട്ട് നമുക്ക് കൂട്ടാം കേട്ടോ. ഒരു എഗ്ഗ്, ഒരു പഫ്സിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ പറയുന്നത്, 3 റുപ്പീസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പേസ്ട്രി, പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ്, അതുപോലെ തന്നെ വെജിറ്റബിൾ മസാല ആക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് പപ്സ് കിട്ടുമോ. ഇനി എന്ത് ചെയ്യണം, ഈ പേസ്ട്രിയിൽ എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളി മസാല വെച്ച് അതിൻ്റെ മുകളിൽ ആ മുട്ട വെച്ച് എന്ത് ചെയ്യാം, അതിങ്ങനെ മടക്കി അത് കുക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു അടിപൊളി ഹോട്ട് പഫ്സ് കിട്ടും അല്ലേ, ചൂട് പഫ്സ് കിട്ടും. അതങ്ങനെ ഇങ്ങനെ കഴിക്കുക, അതിനൂടെ ഫ്രഷ് ലൈമും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, എനിക്ക് ജുനേദ പഫ്സ് കേട്ടോ. ആ ക്ലാസ്സിന് ശേഷം പഫ്സ്. ഓക്കെ, പിന്നെ അപ്പോൾ അതാട്ടോ പിന്നെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന ബേസിക് സാധനങ്ങൾ, ഒരു സാധനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പൈസായിട്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടാവും അല്ലേ. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ കൺസെപ്ഷനിലേക്കല്ല, പക്ഷേ ഇവിടുന്ന് റോ മെറ്റീരിയൽസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നമ്മൾ മൈദ പേസ്ട്രി ആക്കി, വെജിറ്റബിൾ കുക്ക് ചെയ്തു, എഗ്ഗ് ബോയിൽ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫൈനൽ ഗുഡ്സിലേക്ക് പപ്സിലേക്ക് എത്തി. പപ്സിന് ഇപ്പോൾ എന്താ വില, ഇവിടെയൊക്കെ 18 കേട്ടോ, 18 റുപ്പീസായി. ഓക്കെ, ഇതാണ് എന്ത് റോ മെറ്റീരിയൽസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. ഓക്കെ, സെറ്റല്ലേ. ഇത്രയേ പറഞ്ഞുതരാൻ പറ്റൂ കേട്ടോ. ഇതിൻ്റെ അപ്പുറം നിങ്ങൾ മനസ്സിലാക്കി എടുത്തോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനിയാണ് നെക്സ്റ്റ് ആൾ വരുന്നത്. എന്ത്, ഇനി ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കണക്കൂട്ടാം കേട്ടോ. വാല്യൂ ഈ പഫ്സിൻ്റെ വാല്യൂ എത്രയാ, ഇവിടെ 10 റുപ്പീസ് ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ 18 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് മൂന്നും ഇവിടെ നമ്മൾ കൂട്ടാണ്, 18ഉം പിന്നെ 28ഉം 31ഉം. 31 എന്ന് കൂട്ടി, ഇതാണോ പഫ്സിൻ്റെ വാല്യൂ? അവിടെ ഒരു ഡിസ്പാരിറ്റി വന്നില്ലേ. അതായത് ഈ വിലയും കൂട്ടി, ഈ വിലയും കൂട്ടി, ഇതും കൂട്ടിയപ്പോൾ സമയത്ത് നമുക്ക് എന്താണ് 31 രൂപയോ, ഒരു പഫ്സിൻ്റെ വാല്യൂ 31 രൂപയോ. അതൊരു പക്ഷെ ഞാൻ വാങ്ങുന്നത് 18 രൂപക്കാണല്ലോ. ഒരു ഡിസ്പാരിറ്റി വന്നില്ലേ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ അറിയോ, അതിൻ്റെ ഫൈനൽ ഗുഡ്സിൽ കിട്ടുന്ന ഈ എമൗണ്ട് മാത്രം അതിൻ്റെ വാല്യൂ. അതായത് ഈ 10 രൂപ എന്തായി, ഈ 10 രൂപ
+3 എന്തായി 13 രൂപയായില്ലേ. ഈ 13 രൂപ പ്ലസ് എന്താണ്, എന്തോ കുറച്ച് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു അവർ 18 റുപ്പീസിന് എന്ത് ചെയ്തു, സാധനം സെല്ല് ചെയ്തു. അപ്പോൾ ഓർമ്മിക്കുക, വാല്യൂ എന്ന് പറയുമ്പം ഇത് മൂന്നിൻ്റെയും അല്ല കേട്ടോ. ഫൈനൽ ഗുഡ്സിൽ എത്രയാണോ എമൗണ്ട് വരുന്നത് അത് മാത്രമാണ് എന്ത് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഫൈനലിൽ വരുന്ന 18 റുപ്പീസാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് വാല്യൂ. സെറ്റല്ലേ, ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. റോ മെറ്റീരിയൽസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ്. ഓക്കെ, ഇതൊക്കെ എന്ത് പറഞ്ഞെന്നറിയോ, ഇതും GDP ആവശ്യമുണ്ട്. പറഞ്ഞുതരാം, അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ കണക്റ്റാക്കി തരും കേട്ടോ ഞാൻ. അതിൻ്റെ ഇടയിൽ പോരുതേ. ഓക്കെ, എന്താ ഇയാൾ പോകത്തെ? അതെന്താ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. മുപ്പരയാൾ എന്തോ ദേഷ്യം തോന്നുന്നു എന്നോട്. ഓക്കെ, അവിടെ കിട്ടോ. അപ്പോൾ ഇനി എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. എന്താണ് ഗുഡ്സ്? ഈ പഫ്സ് ആണ് ഗുഡ്സ്. പഫ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അത് കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടുകയാണ് അല്ലേ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, കാണാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്നത്, സ്മെല് ചെയ്യാൻ പറ്റുന്നത്. ചില ചൂട് പഫ്സ് ഇങ്ങനെ ബേക്കാക്കി കിട്ടുന്നൊരു സ്മെല്ലുണ്ടല്ലേ, അത് സ്മെല് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അത് നമ്മളെന്ന് പറയാം ഗുഡ്സ് എന്ന് പറയാം. ടാഞ്ചിബിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ടാഞ്ചിബിൾ എന്ന് പറയും. കാണാൻ പറ്റും, അതിനെ സ്മെല് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, ഒക്കെ ആണെന്ത് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ്. ഓക്കെ, സെറ്റാണല്ലോ. ഞാനല്ലേ ഈ സാധനം ഒഴിവാക്കണം, എനിക്ക് ബ്ലാക്ക് ബോർഡായിട്ട് ശരിയാവുള്ളൂ കേട്ടോ ഇത്. ഓക്കെ, അതാണെന്ത് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് എന്താ, സർവീസസ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഞാനിങ്ങനെ കാലിക്കറ്റ് നിൽക്കുകയാണ്, എനിക്ക് കണ്ണൂരേക്ക് പോകണം. കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 80 to 85 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നടന്നു പോയാലോ? വേണ്ട. നടന്നു പോയി കഴിഞ്ഞാൽ എന്താവും, ഫുള്ള് ഞാൻ എൻ്റെ 85 കിലോമീറ്റേഴ്സ് നടക്കാൻ പറ്റുമോ? ഇല്ല, നടക്കാനൊക്കെ പറ്റും കേട്ടോ. എന്താവും, അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണക്കായി ബോധം കെട്ടിട്ട് ചിലപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്ത് ചെയ്യും, വേറെ എന്ത് വഴിയാണല്ലേ, വേറെ ബസ്സുണ്ട്. ഓക്കെ, ബസ്സാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, അവിടെ 100 രൂപ കൊടുക്കുക, ബസ്സിൽ കയറിയിരിക്കുക. അവരെന്ത് ചെയ്യും, കണ്ണൂർ എത്തിയാൽ നിങ്ങൾ അവിടെ ഇറങ്ങുക. ഞാൻ 100 രൂപ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, 100 രൂപ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൈമത്തരുന്നില്ല. കാണാൻ പറ്റുന്നൊരു സാധനം കിട്ടുന്നില്ല, സ്മെല് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കിട്ടുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനം ഒന്നും നമുക്ക് കയ്യിലേക്ക് ടാഞ്ചിബിൾ ഒരു സാധനം ഇല്ല. പക്ഷെ നമുക്ക് എന്താണ്, ഒരു വാല്യൂ അവിടെ ഉണ്ട് അല്ലേ. കണ്ണൂരുള്ള ഞാൻ 85 കിലോമീറ്റേഴ്സും കടന്ന് ഞാൻ കണ്ണൂരേക്ക് എത്തി ഈ 100 രൂപ കൊടുത്തപ്പോൾ. അതാണെന്ത് സർവീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ കാശ്മീരേക്ക് ട്രിപ്പ് പോകണം, എല്ലാവരും പറയുന്നുണ്ടോ അല്ലേ, മണാലി പോകണം, കാശ്മീർ പോകണം, മണാലി പോകണം, കാശ്മീർ പോകണം. 8,000 റുപ്പീസ്, 10,000 റുപ്പീസ് എല്ലാവരും പ്ലാൻ ചെയ്യാണ്. ഇത്രയും പാടെ പൈസ ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൈമ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, കാശ്മീർ പോയിട്ട് ആ മഞ്ഞിന്നൊക്കെ 2 റീൽസൊക്കെ എടുത്തല്ലേ, റീൽസ് എടുക്കാനാണ് പോകുന്നത്, അത് വേറെ വിഷയം. പിന്നെ മണാലി പോയിട്ട് ഒരുപാട് മഞ്ഞിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു ഫോട്ടോ അല്ലേ, മഞ്ഞ് എറിഞ്ഞിട്ടൊരു ഫോട്ടോ, മഞ്ഞിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ടൊരു ഫോട്ടോ അല്ലേ, പിന്നെ അങ്ങനെ എറിയുമ്പോൾ ഒരു ചിരിച്ചിട്ട് ഇങ്ങനെ സ്മൈലി ഒക്കെ, അങ്ങനെ അതിനൊക്കെ നിങ്ങൾ പോകുന്നല്ലേ. അതെന്താ ആക്ച്വലി ആ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വൈബാണല്ലേ. അതിനാണ് നിങ്ങൾ ആ 8,000 റുപ്പീസും നിങ്ങൾ ചിലവഴിക്കുന്നത്. അതൊക്കെ എന്താണ്, സർവീസാണ്. അവിടെ 8,000 റുപ്പീസ് കൊടുത്ത് നിങ്ങൾക്ക് കയ്യിലൊന്നും കിട്ടുന്ന, പക്ഷേ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ കിട്ടുകയാണ്. റൈറ്റ്, അതാണ് എന്ത് സർവീസസ്. ഇതും സെറ്റല്ലേ, ഉറപ്പല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. GDP. ടടം ഇത് മെയിൻ ആളാട്ടോ, ഇയാൾ ഭയങ്കര സംഭവമാണ്. ഓക്കെ, ഡെഫിനേഷൻസ് നോക്കിക്കോ. ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബേസിക് ഡെഫിനിഷൻസിൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോൺസെപ്റ്റ് ആദ്യം പഠിക്കണം. ഇനി ഡെഫിനിഷൻസ് പഠിക്കുന്നവർക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല. ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽസ് അല്ല, ഇൻ്റർമീഡിയറ്റും അല്ല, ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ വാല്യൂ ഇല്ല, പഫ്സിൻ്റെ 18 രൂപ ഉണ്ടല്ലോ, അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഫൈനൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു പ്രൊഡക്റ്റിൻ്റെതും, ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിപ്പം പഫ്സ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ചെയർ ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രൊഡക്ഷൻ നടത്തുന്ന ഏത് സാധനത്തിൻ്റെയും ഫൈനൽ വാല്യൂ എന്തിൻ്റെയൊക്കെ, ഗുഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അല്ലേ, കാണാൻ പറ്റുന്ന സാധനങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള സർവീസസും, ഈ 2 ഫൈനൽ വാല്യൂ ഉണ്ടാവല്ലോ, അതിനാണ് നമ്മളെന്ത് പറയുക, GDP എന്ന് പറയാം. അതായത് ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ എ കൺട്രി. ഇൻ എ കൺട്രി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അറിയോ, GDP എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു സെക്കൻഡേ, അയ്യോ സമയം എടുക്കരുത്, അയ്യോ നേപ്പാൾ ഞാൻ തിരിച്ചു കിട്ടോ, നേപ്പാൾ കേരളേ, ഇതാട്ടോ നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറി ലൈൻ അല്ലേ, നമ്മുടെ ബൗണ്ടറി ലൈനാ. ഹായ് കേട്ടോ, ഇനി ഇതാ ഇങ്ങനൊരു സാധനം ഇങ്ങനെ വരും കേട്ടോ.
ഇതാണ് നമ്മുടെ ഇന്ത്യ ബൗണ്ടറി അല്ലേ. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ എന്താ, ഇൻ എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് ഒരു സെറ്റ് ഒരു സിസ്റ്റത്തെ നമ്മളെന്ത് പറയാം, GDP എന്ന് പറയാം. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് GNP പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഇങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ബൗണ്ടറി ലൈൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ത് ഈ പറയുന്ന GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇക്വേഷനിലേക്ക് പോകാം. ഇനി ഇക്വേഷൻ നിങ്ങൾക്ക് എന്താവുമെന്നറിയോ, പുട്ട് പോലെ പറയാൻ പറ്റും. എന്തുപോലെ, പുട്ട് പോലെ. എന്താ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് എന്താ പ്രൊഡക്റ്റ്, 3 മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. GDPക്ക് മാത്രമേ ഇത്ര കുറച്ച് ഒരു 3 ഇക്വേഷൻസ് ഒക്കെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതും ഈസിയാണ്, അപ്പോൾ ബാക്കിയൊക്കെ ഈലും ഈസി ആയിരിക്കും കേട്ടോ. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, GDP MP എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ് 1, ഗ്രോസ് വാല്യൂ ആഡഡ് 2, 3, nth ടേം വരെ. അതായത് ഇപ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യം എടുക്കുക. ഇവിടെ ബാംഗ്ലൂർ സാധനം പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. കോയമ്പത്തൂർ ഒരു സാധനം പ്രൊഡക്ഷൻ നടത്തണം, അതിൻ്റെ ഫൈനൽ വാല്യൂ. ഹൈദരാബാദ് ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. ഗാന്ധിനഗർ ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. ഭോപ്പാൽ ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. അലഹബാദ് ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. കൊൽക്കട്ട ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. ന്യൂഡൽഹി ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഫൈനൽ വാല്യൂ. അതായത് 1, 2, 3 ഇന്ത്യ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രൊഡക്ഷനിലും നടക്കുന്ന ഫൈനൽ വാല്യൂ ഉണ്ടല്ലോ, അത് മൊത്തം ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, GDP കിട്ടും, ഫൈനൽ വാല്യൂ. 18 രൂപ പപ്സ് പറഞ്ഞല്ലോ, അതുപോലെ എല്ലാ സ്ഥലത്തും പല പല സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെയൊക്കെ ഫൈനൽ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ഇഷ്ടം പോലെ ക്രോർസ് ഓഫ് റുപ്പീസ് ആയിരിക്കും വരിക അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ ബൗണ്ടറിയിലുള്ള എന്തൊക്കെ നടക്കുന്നുണ്ടാവും, എന്തൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവും, അതിനൊക്കെ മൊത്തം ആഡ് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ GDP കിട്ടും. സെറ്റല്ലേ, ഇപ്പോൾ സെറ്റല്ലേ ഇക്വേഷനെ. എന്താ ഈ ഇക്വേഷൻ വരേണ്ട ഒരു കോൺസെപ്റ്റ് കിട്ടിയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, GDP ഒക്കെ നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇന്ത്യൻ്റെ മാപ്പ് നിങ്ങൾ മനസ്സിൽ വരണം. ഇതൊക്കെ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ ഈ ബൗണ്ടറി ലൈനിൽ ഇവിടെ നടക്കുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക്സ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. പ്രൊഡക്റ്റ് മെത്തേഡ് GVA 1, GVA 2, GVA 3, GVA N വരെ. ഇനി വരുന്നതാണ് ഇൻകം മെത്തേഡ്. നോക്കല്ല, ഇൻകം മെത്തേഡിന് മുന്നേ എവിടെ നിങ്ങൾ പോകണമെന്ന് അറിയോ, സർക്കുലർ ഫ്ലോയിലേക്ക് പോകണേ, സർക്കുലർ ഫ്ലോയിലേക്ക്. അപ്പോൾ ഇൻകം മെത്തേഡിൽ എന്താ പറയുന്നത്, ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങോട്ടേക്ക് വരുന്ന എന്തോ ആണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എന്തോ ആണ്. ഇൻകം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നൊരു കാര്യമല്ലേ. നമ്മൾ ആ ഒരു ഫ്ലോയിൽ, സർക്കുലർ ഫ്ലോയിൽ നമ്മൾ കാര്യം പറഞ്ഞു, നമുക്കൊക്കെ എന്താ ഇങ്ങോട്ട് കിട്ടുന്നത്. ഞാൻ ലാൻഡ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, റെൻറ്റ് കിട്ടി. എൻ്റെ അനിയൻ ജോലിക്ക് പോയപ്പോൾ എന്ത് കിട്ടി, വേജസ് കിട്ടി. ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു എൻ്റെ സ്ഥലം ഞാൻ അവർക്ക് എൻ്റെ കയ്യിലൊരു 5 lakh rupees കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അതിനെ ഒരു ഇൻട്രസ്റ്റ് കിട്ടി. എൻ്റർപ്രൈസ് കൊടുത്തപ്പോൾ അതിനെന്ത് കിട്ടി, അതിനൊരു പ്രോഫിറ്റ് കിട്ടി. ഇതാണ് എന്ത് ഇൻകം മെത്തേഡിൽ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ്, അതാ ഞാൻ പറഞ്ഞത്, സർക്കുലർ ഫ്ലോ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവൂല അല്ലേ. ഇനി മാപ്പിലേക്ക് വാ. ഇതിപ്പോൾ എൻ്റെ സ്ഥലം ഇവിടെ കേട്ടോ, ഇവിടെ നിന്നാണ് ഈ സംഭവം നടക്കുന്നത്. RW അല്ലേ, ഞാൻ സ്ഥലം കൊടുത്ത് എനിക്ക് റെൻറ്റ് കിട്ടി, ഞാൻ സ്ഥലം കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ ബ്രദർ ജോലിക്ക് പോയപ്പോൾ വേജസ് കിട്ടി, എൻ്റെ പൈസ കൊടുത്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇതുപോലെ എല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ, പോണ്ടിച്ചേരി നടക്കുന്നുണ്ട്, ചെന്നൈയിൽ ഇതുപോലെ നടക്കുന്നുണ്ട്, പിന്നെ കക്കിനാടയോ അത് എവിടെയാട്ടോ, കക്കിനാട് നടക്കുന്നുണ്ട്, വിശാഖപട്ടണം നടക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരാം, ജോധ്പൂരിൽ നടക്കുന്നുണ്ട് അല്ലേ, ജയ്പൂർ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിക്കാൻ നമുക്ക് എന്ത് കിട്ടും, ഇൻകം മെത്തേഡിലുള്ള നമ്മുടെ GDP നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതിൻ്റെയും ഡെപ്തിൽ നിങ്ങൾ പോകരുത്. ബിക്കോസ് എന്താ അറിയോ, എക്കണോമിക്സിൻ്റെ ഒരു വിഷയം എന്താ അറിയോ, അധികം ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യും, അതിൽ പെട്ടുപോകും ഇൻ ദ സെൻസ്, കാരണം അത്രയും ഡീപ്പാണ് എക്കണോമിക്സിൻ്റെ നോളജ്. അതിപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും, പക്ഷേ എന്താ പറയുക, അതിന് മാത്രം എനിക്ക് ചിലപ്പോൾ 2-3 വീഡിയോസ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഈ നമ്മുടെ ഒരു മാപ്പ് വെച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് മനസ്സിലായല്ലോ, ഇൻകം മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞുതരാം, ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ കൈമന്ന് ചിലവാകുന്ന കാര്യങ്ങളൊക്കെയാണ്. കൈമന്ന് ചിലവാകുന്ന പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉള്ളിൽ കൺസ്യൂമേഴ്സ് മാത്രമാണുള്ളത്, അല്ല, ബിസിനസ്സും ഉണ്ടാവില്ലേ. ഇവിടെയൊക്കെ എന്തുണ്ട്, ബിസിനസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം കേരള ഗവൺമെൻറ് ഉണ്ട്, പിന്നെ അതുപോലെ കേരള ഗവൺമെൻറ് ഉണ്ടാവും, അതുപോലെ തമിഴ്നാട് ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ ഇവിടെ കർണാടക ഉണ്ട്, ഓക്കെ, ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഉണ്ട്. ഈ ഗവൺമെൻറ്റിന് എന്തുണ്ടാവും, ചിലവുണ്ടാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പെൻഡിച്ചറിൽ വരുന്ന സമയത്ത് കൺസ്യൂമേഴ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഇൻകത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൺസ്യൂമേഴ്സ് പെർസ്പെക്റ്റീവിലെ വിഷയങ്ങൾ പറഞ്ഞത്. പക്ഷേ എക്സ്പെൻഡിച്ചറിൽ വരുമ്പോൾ എന്താണ്, കൺസ്യൂമർ എടുക്കണം, ബിസിനസ്സിന് എടുക്കണം, ഗവൺമെൻറ്റിന് എടുക്കണം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആരാ, നമ്മളൊക്കെയാണല്ലേ.
കൺസംഷൻ വഴി നമുക്ക് ഒരുപാട് ചിലവുണ്ടാവില്ല. കൺസംഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫുഡ് വാങ്ങാൻ ചിലവാക്കുന്ന പൈസ, പിന്നെ അസുഖം വന്ന ഡോക്ടറൊക്കെ ചിലവാക്കുന്ന പൈസ ഒക്കെ എന്താണ് കൺസംഷൻ വഴി എനിക്ക് വരുന്ന എക്സ്പെൻസ് ആണ്. പിന്നെ ഈ പറയുന്ന ഐ എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് എന്ത് ചെയ്യും, അവർ കിട്ടുന്ന പൈസയൊക്കെ എങ്ങനെ ചിലവ് വരിക, അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ, പൈസ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതെന്താണ് ഒരു തരത്തിൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഇനി നേരെ ഗവൺമെൻറ്റിലേക്ക് വാ. ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ, ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവില്ലടാ. പിന്നെ ഡിഫൻസിൽ, അവരെ മിലിറ്ററി ഫോഴ്സിൽ, പിന്നെ എഡ്യൂക്കേഷന്, ഹോസ്പിറ്റൽസ് അല്ലെ, ഗവൺമെൻറ് റോഡുകൾ ഒക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. വേറെ രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ് മൈനസ് എം കിട്ടും. ഓക്കെ, അതാണ് എന്ത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന്, ഇത് മാത്രമേ നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കുക, GVA1, GVA2, GVA3. ഇൻകം എന്ന് പറയുമ്പോൾ R+W+, അങ്ങനെ പഠിക്കരുത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ അല്ലേ, ഇനിയും ക്ലിയർ ആയിട്ടെങ്കിൽ പേടിക്കണ്ട, വേറെ Z മോഡൽ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് സെറ്റാണ്. ഇത് ബാക്കി സംശയമുള്ളവർക്ക് അതിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണെന്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഓരോ സ്ഥലത്തും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇതിൻ്റെ വാല്യൂ അല്ലേ, മധുരൈൻ്റെ വാല്യൂ, ഇവിടെ പോണ്ടിച്ചേരി ഉണ്ടാകുന്ന വാല്യൂ, ഇവിടെ ബാംഗ്ലൂർ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ വാല്യൂ, മുംബൈയിൽ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യത്തിനും വാല്യൂ എടുത്ത് നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് കിട്ടും അല്ലേ. പ്രൊഡക്റ്റ് മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്, ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കുലർ ഫ്ലോ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ ഇപ്പം എൻ്റെ വിഷയം പറഞ്ഞു, റാഹിലിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞു, പിന്നെ അതുപോലെ അങ്ങനെ എന്താണ് റാഹിലിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞു. അതുപോലെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടാവും, അതായത് അവർ സ്ഥലം കൊടുക്കുന്നുണ്ടാവും, അവിടെ ഒരു ബിസിനസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, അതേ രീതിയിൽ എല്ലാ സ്ഥലത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതേ രീതിയിൽ വിഷയങ്ങൾ നടക്കും. അപ്പോൾ അതാണ് എന്ത് R+W+IN+P എന്ന് പറയുന്നത്. പിന്നെന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ, കയ്യിൽ നിന്ന് ചിലവാകുന്ന കാര്യങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ആർക്കൊക്കെ ചിലവുകൾ വരിക, ആളുകൾക്ക് വരൂലേ, നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ വരൂലേ, അതാണ് എന്ത് കൺസെപ്ഷൻ. ആളുകൾ മാത്രമാണ് ഉള്ളത്. ബിസിനസ് ഉണ്ടല്ലേ, ബിസിനസ്സിന് എന്താണ് ചിലവ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ബിസിനസ്സും ആളുകൾ മാത്രമാണോ, അല്ല, ഇവിടെയൊക്കെ ഓരോ ഗവൺമെൻറ്റും ഇല്ലേ, ആ ഗവൺമെൻറ് എന്തുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നതാണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇത് 3 ഇതിൻ്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻ മാത്രം പഠിക്കാം മനസ്സിലാകാതെ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് എന്ത് ചെയ്യും, അതിന് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് നിങ്ങളുടെ ഓപ്ഷൻ ആട്ടോ. അതാണ് എന്ത് ജി ഡി പി സെറ്റാണോ, സെറ്റല്ലേ. ഓക്കെ, ഇനി NIT കേട്ടോ. ഇനിയിപ്പോൾ GNP, NNP ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ടാക്സ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ പണ്ട് അങ്ങനെയുണ്ടാ, ഞാനുണ്ടല്ലോ സത്യം പറയല്ലോ, ഞാൻ പണ്ട് വിളിക്കാതെ കല്യാണത്തിന് ഒരുപാട് പോയിട്ടുണ്ട്. എനിക്ക് അതിൽ ഒരു കുറ്റബോധമില്ല കേട്ടോ, ഞാൻ വളരെ ഓപ്പണപ്പായിട്ട് പറയുന്നുണ്ടല്ലോ. എന്താണ്, ഞാൻ വിളിക്കാത്ത എല്ലാ കല്യാണത്തിനും ഞാൻ എന്ത് ചെയ്യും, പോവും. ഓക്കെ, അപ്പോൾ NIT എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ഒരു വ്യക്തിയാണ്, എല്ലായിടത്തും വരും. GDP ഇല്ല കേട്ടോ, GDP വേറെ തന്നെ ഒരു വ്യക്തിയാണ്, മൂപ്പരാളെ വിട്ടു കേട്ടോ, അത് കഴിഞ്ഞു, ഞാൻ ആ ഭാഗത്ത് പോയത്. ഇനി വരുന്ന GNP, NNPയിലൊക്കെ ഈ ആൾ വരുന്നുണ്ട്. എന്താണ് ടാക്സ് എന്താണെന്നറിയോ, എല്ലായിടത്തും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനസ്സിലാക്കുക, എന്തിൻ്റെയെങ്കിലും MP കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂടെ NIT ആഡ് ചെയ്യേണ്ടി വരും. ഹലോ, എങ്ങനെ വരും, എന്നെ ആഡ് കേട്ടോ, ആഡ് ചെയ്യേ. ഇനിയിപ്പോൾ FC കണക്കാക്കുന്ന എന്ത് ചെയ്യുന്നു അറിയോ, ഓക്കെ ബൈ, പോവും. അതായത് MP വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, NIT ആഡ് ചെയ്യണം. FC വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ടാക്സിൻ്റെ മനസ്സിലായല്ലോ. അതായത് MP വരുമ്പോൾ ടാക്സ് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. FC വരുമ്പോൾ എന്ത് ചെയ്യണം, ടാക്സ് ലെസ് ചെയ്യണം. അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക കേട്ടോ. എല്ലാതിൻ്റെയും ഇക്വേഷൻ്റെ ലാസ്റ്റ് ടാക്സ് വരും. അപ്പോൾ MP ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. FC ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ലെസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നതാണ് GNP. GDP കഴിഞ്ഞില്ലേ, GDP കഴിഞ്ഞു, എന്താ മനസ്സിലായ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് ഇവിടെ എന്താ പറയുന്നത്, അതായത് നമ്മുടെ GDP ഓൾറെഡി നമ്മളിവിടെ കൊടുത്തു, പ്ലസ് എന്താണ് ഇൻക്ലൂഡിങ് ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയും. അതായത് നമ്മൾ GDPയിൽ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇതൊരു ബോർഡർ ലൈൻ്റെ ഉള്ളിലുള്ള കളികളാണ് അല്ലേ. GDP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബോർഡർ ലൈനിൻ്റെ ഉള്ളിലുള്ള കളികളാണ് GDPയിൽ വരുന്നത്, റൈറ്റ്. ഇനി GNPയിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോ, എന്താ വ്യത്യാസം എന്നറിയോ. GDP ഇവിടെ, GNP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റെപ്പ് അഹെഡാണ്. അതായത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതാണ് എന്ത് GNP. അതായത് GDPനേക്കാൾ കുറച്ചും കൂടി വലുതാണെന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ നമ്മൾ GDPയിൽ ബോർഡർ ലൈനിൻ്റെ ഉള്ളിലെ വിഷയങ്ങൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു.
GNP വരുമ്പോൾ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള ഒരു നെറ്റ് ഫാക്ടർ ഇൻകം ഉണ്ടല്ലേ. അതായത് സപ്പോസ് ഫോർ എക്സാമ്പിൾ ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് NFIA ഉണ്ടാവും, നേപ്പാളിൽ നിന്ന് കിട്ടുന്ന NFIA ഉണ്ടാവും, ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്ന NFIA ഉണ്ടാവും, ശ്രീലങ്കയിൽ നിന്ന് വരുന്ന NFIA ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, GDPൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ അതിനൂടെ എന്ത് ആഡ് ചെയ്യണം, NIT, റൈറ്റ്, നെറ്റ് ഇൻകം ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. NIT എല്ലാത്തിനും കൂടെ MP-ന് കൂടെ ആണ്ട് അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതാണ് എന്ത് GNP എന്ന് പറയുന്നത്. അതായത് GDP എന്ന് പറയുമ്പോൾ ബോർഡർ ലൈൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. GNP എന്ന് പറയുമ്പോൾ എന്താണ്, 1 സ്റ്റെപ്പ് എഹെഡ് ആണ്. അപ്പം എന്ത് സംഭവിച്ചു, GDPൻ്റെ കൂടെ പ്ലസ് എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും അതിൻ്റെ കൂടെ NIT എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണെന്ത് GNP MP കേട്ടോ. ഇനി GNP FC എന്തായിരിക്കും പറയൂ. ഞാനിവിടെ കൊടുക്കാത്തത് തന്നെ അതുകൊണ്ടാണ്. GNP FC എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ കിട്ടിയ ആൻസർ ഇല്ലേ കുട്ടികളെ, അതെന്താ GNP MP അല്ലേ. അതായത് ആ ആൻസർ GNP MP മൈനസ് എന്താ NIT അല്ലേ. FC വരുമ്പം മൈനസ് NIT ആണ്, MP വരുമ്പം പ്ലസ് NIT ആണ്. മുന്നേ പറഞ്ഞ ഒരു സംഭവം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇതാണെന്ത് GNP. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് NDP അല്ലേ. GDP പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ ലൈൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളാണ്. GNP എന്ന് പറയുമ്പോൾ എന്താണ് ഫോർവേഡ് നമ്മൾ ചാടിയല്ലേ. അതായത് അതിന് കൂടെ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡായി. ഇനിയിപ്പോൾ എന്താണ് NDP എന്ന് പറയുമ്പോൾ എന്താ അറിയോ, പുള്ളിക്കാരൻ പിറകുന്ന് വിളിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് പോരിട്ടോ. അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതിനൂടെ വേറെന്തൊരു കാര്യം ലെസ് ചെയ്യണം, എന്താണെന്നറിയോ, ഡിപ്രിസിയേഷനും ലെസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NDP കിട്ടും. ഓക്കെ, ഇനി മാപ്പിൽ വെച്ച് പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, GDP എന്ന ബോർഡർ ലൈനാണ്. GNP എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായി ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തല്ലേ, ചൈനയിൽ നിന്നുള്ള എക്സ്പെൻസ്, പിന്നെ ഇൻകം, നേപ്പാളിൽ നിന്നുള്ള ഇൻകം, ശ്രീലങ്കയിൽ നിന്നുള്ള ഇൻകം ഒക്കെ, നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇൻകം, ഇതൊക്കെ നമുക്ക് കിട്ടിയില്ല GNPയിൽ. NDP വന്നപ്പോൾ എന്ത് പറഞ്ഞു, ഇതൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇതൊക്കെ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇതൊക്കെ ലെസ് ചെയ്യണം. അതിനൂടെ എന്തും ലെസ് ചെയ്യണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതും എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, NDP MP കിട്ടും. ഓക്കെ, GDP മുന്നോട്ടേക്ക് ചാടി, NFIA ചാടിയപ്പോൾ എന്ത് കിട്ടി, GNP കിട്ടി. ഇവിടുന്ന് പിറകിലേക്ക് വീണ്ടും പോവാണ്. നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ലെസ് ആയിരിക്കും അല്ലേ എപ്പോഴും. അപ്പോൾ എന്താണ് ബാക്കോട്ടേക്ക് വന്നു, എന്തായി NFIA കുറച്ചു, അതിൻ്റെ ബാക്കിൽ വന്നു ഡിപ്രിസിയേഷൻ കുറച്ചു, നമുക്ക് എന്ത് കിട്ടി, NDP കിട്ടി. ക്ലിയർ ആണല്ലോ. NDP MP കിട്ടി, NDP FC കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആൻസർ അല്ലേ, ഇവിടെ കണ്ടുപിടിച്ച ആൻസർ മൈനസ്, അതായത് ഇവിടെ കണ്ടുപിടിച്ച ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് NDP അല്ലേ, അത് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NDP FC കിട്ടും. ഇതും ക്ലിയർ അല്ലേ, ഈക്വേഷൻ ക്ലിയർ ആയില്ലേ. ഇനി ഇതിൽ ഡൗട്ട്സ് ഉള്ളവർ വെയിറ്റ് ചെയ്തിട്ടോ, Z മോഡൽ. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി വരുന്നത് എന്താ, ഇനി വരുന്നതാണ് എന്ത് NNP. ഇവിടെ NDP ഇവിടെ ഉണ്ടല്ലോ. NNP ഇപ്പോൾ നമ്മൾ എന്താണ് വീണ്ടും മുന്നോട്ടേക്ക് ചാടുക കേട്ടോ. മുപ്പൊരാൾ പറയാണ് വിഷയമില്ല, ഒന്ന് മുമ്പോട്ടേക്ക് ചാടി NFIA ആഡ് ചെയ്യണം, മതി. NFIA മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ NNP MP കിട്ടി. NIT ഞാൻ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു NIT എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായി, GDP കിട്ടി, GNP കിട്ടി, NFIA കയറ്റി, NFIA എന്ത് ചെയ്തു, GDP കിട്ടി, നമ്മൾ എന്ത് ചെയ്തു, GNPയിലെത്തി. GNPയിലെത്തിയപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, ഇവിടുന്ന് എന്ത് ചെയ്യണം, NFIA ലെസ് ചെയ്യണം, അതുപോലെ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. NDPയിലെത്തി. NDPയിലെത്തിയപ്പോൾ എന്ത് പറഞ്ഞു, ഇതിൻ്റെ കൂടെ NFIA ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെവിടെ എത്തും, NNPയിലെത്തും. Z മോഡൽ കേട്ടോ, ഞാൻ വരുന്നുണ്ട്, അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ NDP FC നമ്മൾ ഓൾറെഡി മുന്നേ കിട്ടിയ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്യണം, NFIA വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്നുള്ള ഇങ്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പ്ലസ് എന്താണ്, NIT ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ FC കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. NNP FC എന്ന് പറയുമ്പോൾ എന്താണ്, NNP MP മൈനസ് NIT ആണ്. ഓക്കെ, ഇതാണ് എന്ത് NNP എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആ Z മോഡലിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താണ് Z മോഡൽ എന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോ. ആദ്യം എന്താ നമ്മൾ പഠിച്ചത് GDP ആണല്ലേ. ആദ്യം നമ്മൾ GDP പഠിച്ചല്ലേ. GDP എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡ് ഇല്ലേ. എന്താ പ്രൊഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് അല്ലേ. പഫ്സിൻ്റെ നമ്മൾ കഥ പറഞ്ഞല്ലോ. അതായത്
പഫ്സ് പോലെ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റിനെയും എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഇൻകം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സർക്കുലർ ഫ്ലോ അല്ലേ? അതായത് എന്തൊക്കെ എനിക്ക് ഇൻകം കിട്ടുക? ഞാൻ ലാൻഡ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റെൻറ്റ് കിട്ടി. എൻ്റെ ബ്രദർ ജോലിക്ക് പോയപ്പോൾ അവൻ എന്ത് കിട്ടി? വേജസ് കിട്ടി. ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ഞാൻ എൻ്റർപ്രൈസ് തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൺസ്യൂമർ കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൽ വരിക. അതാണ് ഇൻകം മെത്തേഡ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാര്യങ്ങൾ അല്ലേ? ഈ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കൊക്കെ ചിലവുണ്ടാകുക? കൺസ്യൂമേഴ്സിന് മാത്രമാണോ? അല്ല. ബിസിനസ്സിന് ചിലവുണ്ടാവില്ലേ? ഗവൺമെൻറ്റിന് ചിലവുണ്ടാവില്ല അല്ലേ? ഇൻഡിവിജ്വൽസിൻ്റെ ചിലവ് നമ്മളെന്ത് പറയുക? കൺസംഷൻ എന്ന് പറയും അല്ലേ? ഞാൻ പിന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉപയോഗിച്ച സാധനങ്ങൾ, ഇനിയിപ്പോൾ എനിക്ക് അസുഖം വന്ന ഡോക്ടറെ കാണിച്ച പൈസ ഒക്കെ എന്താണ്? കൺസംഷനിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ്? ഈ ബിസിനസ്സിൽ എന്താ എക്സ്പെൻസ് വരിക? ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? ബിസിനസ് എന്ത് ചെയ്യും? അവരുടെ ഒരുപാട് മെഷീൻസിലേക്ക്, പുതിയ പ്രൊജക്റ്റിലേക്കൊക്കെ അവരെന്ത് ചെയ്യും? അതിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? വരും. പിന്നെ G എന്ന് പറയുമ്പോൾ എന്താ? ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻഡിച്ചർ അല്ലേ? ഡിഫൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് പിന്നെന്താണ്? നെറ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GDP കിട്ടി. ഓക്കെ. ഇനി എന്താണ് GNP? അതായത് GDPൻ്റെ കൂടെ പ്ലസ് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും അതിൻ്റെ കൂടെ നമ്മൾ NIT ഞാൻ പറയുന്നില്ല കേട്ടോ, NFI നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും അല്ലേ? NFI ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GNP കിട്ടി. ഇനി എന്ത് ചെയ്യണം? GNP നമ്മൾ എന്ത് ചെയ്തു? NFI കിട്ടിയില്ലേ? GNP നമ്മൾ എന്ത് ചെയ്തു? നേരെ എവിടത്തേക്ക് വന്നു? NDP ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഇവിടെ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തില്ലേ? ഇവിടത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചു? ഇവിടെ അത് ലെസ് ചെയ്യണം അല്ലേ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ലെസ് ചെയ്യണം. ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇനി NDPയിലെത്തി. NDP നമ്മൾ എന്ത് ചെയ്തു? നേരെ എവിടത്തേക്ക് പോയി? NNPയിൽ പോയി. NNPയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ NFI ലെസ് ചെയ്തല്ലേ? ഇവിടെ NFI ലെസ് ചെയ്തു അല്ലേ? ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും NFI നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ. പിന്നെ ഇപ്പോൾ എന്താണ്? പ്ലസ് NIT. FC എങ്ങനെയാണ്? ആ ആൻസർ മൈനസ് NIT. അത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ Z മോഡൽ കേട്ടോ. ഇത് ഓർമ്മിച്ച് വെക്കട്ടോ. എക്സാമിന് ഈ Z മോഡൽ GDPയിൽ നിന്നു. അതിനും കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിൻ്റെ GNP കിട്ടി പ്ലസ് NIT. ഇനി അവിടെ ഞാൻ എന്ത് ചെയ്തു? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും ഡിപ്രിസിയേഷനും ലെസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് NDP കിട്ടി അല്ലേ? ഇനി NDPൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും NFI ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? NNP കിട്ടി. ഇതാണെന്ത്? Z മോഡൽ. ഇതെന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഇപ്പം എന്താ എല്ലാവർക്കും ഇക്വേഷൻ വന്ന രീതി, വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഈ വിഷയം വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? ഈ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ഇതാണെന്ത്? മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്താ? ഓക്കെ. ഇനി നമുക്ക് പേഴ്സണൽ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട് അല്ലേ? പേഴ്സണൽ ഇൻകം ഓക്കെ ശ്രദ്ധിക്കട്ടോ. പേഴ്സണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 2 മാർക്സിനൊക്കെ പ്രതീക്ഷിക്കാം. പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ഇൻകമാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ സപ്പോസ് ഇപ്പം രാഹിൽ അല്ലേ, എനിക്ക് എന്തൊക്കെയായിരിക്കും എനിക്ക് ഇൻകം വരിക? നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? NNPFC നമ്മൾ അവിടെ ആദ്യം കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് കണ്ടുപിടിച്ച സാധനം ഉണ്ടല്ലോ NNPFC. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി? ഇതൊക്കെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ് കേട്ടോ. GDP കിട്ടി. അപ്പോൾ GNP കിട്ടാൻ എന്ത് ചെയ്തു? ഇത് GDP ഫസ്റ്റ് GDP കണ്ടുപിടിച്ചു. GNP കിട്ടാൻ എന്ത് നമ്മൾ ചെയ്തു? ഈ GDP പിന്നെ GDPനോട് നമ്മൾ എന്ത് ആഡ് ചെയ്തു? NFI പിന്നെ പ്ലസ് എന്തായിരിക്കും? NIT ആഡ് ചെയ്തു. പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്തു? എവിടെ വന്നു? NDPയിൽ വന്നപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? അവിടെ GNPFC മൈനസ് എന്ത് മൈനസ് ചെയ്തു? NFI മൈനസ് ചെയ്തു അല്ലേ? NFI മൈനസ് ചെയ്തു, അതിനോട് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു, പ്ലസ് എന്താണ്? NIT നമ്മൾ ചെയ്തു അല്ലേ? അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് ചാടി അല്ലേ? മുന്നോട്ടേക്ക് ചാടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ NDP പ്ലസ് NFI പ്ലസ് എന്താണ്? NIT അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ NNPയും കൂടി കിട്ടി. അപ്പോൾ ഇതൊക്കെ എന്താണ്? GDP കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് GNP കണ്ടുപിടിക്കാൻ പറ്റൂ. ബിക്കോസ് അവിടെ എന്താണ്? നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? GDP ഇക്വേഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ GNP കിട്ടിയാൽ നമുക്ക് മാത്രമേ NDP കണ്ടുപിടിക്കാൻ പറ്റൂ. ബിക്കോസ് എന്താണ്? NDPൻ്റെ ഇക്വേഷനിൽ ഫസ്റ്റ് GNP ആണ്. ഇനി NNP കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് NDP ആണ്. ഓക്കെ, ഇതൊക്കെ ഒരു സർക്കുലർ ഫ്ലോ ആണ്. അപ്പോൾ NDP ഇവിടെ കൊടുത്തു, നമുക്ക് NNP കിട്ടി. ഈ NNP നമ്മൾ എവിടെ യൂസ് ചെയ്യാണ്? ഹിയർ നമ്മൾ യൂസ് ചെയ്യാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കണം.
ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, പേഴ്സണൽ ഇൻകത്തിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, NNP കൊടുത്തു. ഓക്കെ, NNP കൊടുത്തപ്പോൾ നമുക്ക് എന്തായി, ക്ലിയർ ആയില്ലേ? NNP കൊടുത്തു. അതിന് കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, NNP കൊടുത്തു നമ്മളിവിടെ. ഇനി അതിന് കൂടെ എന്തൊക്കെയാണ് ആഡ് ചെയ്യണം നമ്മൾ? പിന്നെ എനിക്ക് കിട്ടാവുന്ന എന്തൊക്കെയായിരിക്കും, ഒരു പേഴ്സൺ സപ്പോസ് ഇപ്പോൾ റാഹിലുള്ള വ്യക്തിക്ക് കിട്ടാൻ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും, ഇൻകം എന്തൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും. മൈനസ് ഓക്കെ പ്ലസ് എന്താണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കേട്ടോ. ഇതെന്ത് ചെയ്യുക, ഇതെന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതെപ്പോൾ എന്നറിയോ, ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് എന്താണ്, ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുക. ബിക്കോസ് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് മനസ്സിലാക്കുക, ഈ രണ്ടും ഒപ്പരം കൊണ്ടുവരാം കേട്ടോ. ഈ രണ്ട് സാധനം, അതായത് പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ കണ്ടുപിടിച്ച NNP FCയും അതിൻ്റെ കൂടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ലെസ് എന്തിനെന്താ ലെസ് ചെയ്യേണ്ടത്, കോർപ്പറേറ്റ് ടാക്സ്. നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടുമോ? ഇല്ലല്ലേ. ബിസിനസ് എന്ത് ചെയ്യും, ടാക്സ് ആർക്ക് കൊടുക്കുന്നത്, ഗവൺമെൻറ്റിനാണ് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, ആ ഇൻകമായിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അത് ലെസ് ചെയ്യണം അല്ലേ. കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. ഇൻഡയറക്റ്റ് ടാക്സിലാണ് കേട്ടോ, കോർപ്പറേറ്റ് ടാക്സ് ആണ് പറയുന്നത്, അത് വേറെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം നമ്മൾ, ഇനിയിപ്പോൾ എന്താണ് ഇവിടെ മൈനസ് വരുന്നുണ്ട്. മൈനസ് എന്താണ്, നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ്. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ അവിടെ ഇൻട്രസ്റ്റ് തിരിച്ചടക്കണ്ടേ, അത് എനിക്ക് കിട്ടുന്ന ഇൻകാണോ? അല്ല, എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. അതാണത് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. പിന്നെന്താണ് പ്ലസ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ടു ഹൗസ് ഹോൾഡ്. അതായത് ഇപ്പോൾ കറണ്ട് ട്രാൻസ്ഫേഴ്സ് ടു ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം എൻ്റെ വീട്ടിലെന്താണ്, എൻ്റെ ഗ്രാൻഡ് മദർ ആൾക്ക് എന്താണ് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടുകയാണല്ലേ, അതൊരു ഹൗസ് ഹോൾഡിലേക്ക് വരുന്ന ഇൻകം അല്ലേ. അതാണ് ഈ പറയുന്നത് നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ടു ഹൗസ് ഹോൾഡ്. ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഒരുപാട് യോജന, പെൻഷൻ എമൗണ്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൗസ് ഹോൾഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ടു ഹൗസ് ഹോൾഡ്. ഇതൊക്കെ ഇക്വേഷനിൽ നിങ്ങൾക്ക് തരും കേട്ടോ. ലൈക്ക് ഇക്വേഷൻ പഠിക്കുക, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നു, ഡയറക്റ്റ് അത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പേഴ്സണൽ ഇൻകത്തിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. അതായത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച NNP FC എടുത്തു, അതിൻ്റെ കൂടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ലെസ് എന്താണ്, ടാക്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല, അത് ലെസ് ചെയ്തു. പിന്നെന്താണ്, ഞാൻ അടക്കുന്ന ഇൻട്രസ്റ്റ് എനിക്ക് എക്സ്പെൻസ് ആണ്, അതും നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. പ്ലസ് എന്താണ്, ഗവൺമെൻറ്റൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതിന് നമ്മളെന്ത് പറയുന്നു, നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ടു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നു. ഇതാണ് എന്ത് പേഴ്സണൽ ഇൻകം. ഇവിടെ നമ്മൾ എന്തോ കോർപ്പറേറ്റ് ടാക്സ് ആഡ് ചെയ്തല്ലേ, ഇനി എന്തോ ഒരു സാധനം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എന്തായിരിക്കും അത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ആള് ആരാ ടാക്സ് അല്ലേ. ടാക്സ് എന്താണ്, എല്ലായിടത്തും ടാക്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ടാക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ടാക്സ് ഉണ്ടോ കുട്ടികളെ? ഇല്ല അല്ലേ. ടാക്സ് വന്നു, നമസ്കാരം, എന്നെ മറന്നുമില്ലേ നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിനി ടാക്സ് ആഡ് ചെയ്യണ്ടേ ഇതിൻ്റെ കൂടെ. ആ ടാക്സ് ആഡ് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയാം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയും. അതായത് നമ്മൾ ആ കഴിഞ്ഞ ഭാഗത്ത് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ PI കണ്ടുപിടിച്ചില്ലേ, ആൻസർ ഇതൊക്കെ ചെയ്ത് നമ്മൾ PI കണ്ടുപിടിച്ചില്ലേ. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ PI നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എഴുതണം. ആ ആൻസർ മൈനസ് എന്താണ്, നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സുകൾ, ടാക്സ് പേയ്മെൻറ്റ് മൈനസ് എന്താണ്, നോൺ ടാക്സ് പേയ്മെൻറ്റ്. നോൺ ടാക്സ് പേയ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാൻ, നോൺ ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം വണ്ടിയൊക്കെ ഹെൽമെറ്റിൽ അത് പിടിച്ച് നമ്മൾ ഫൈൻ കൊടുക്കുന്നില്ലേ, അത് ഗവൺമെൻറ്റിലേക്കല്ല പോകുന്നത്, പക്ഷേ ടാക്സ് അല്ല, അതെന്താണ് നോൺ ടാക്സ് പേയ്മെൻ്റ് ആണ്. അത് രണ്ടും എന്ത് ചെയ്യുക, PI മൈനസ് ടാക്സ് കുറക്കുക, അതിനോട് നോൺ ടാക്സ് പേയ്മെൻറ്റ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അയാളെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യും, ഒരു വ്യക്തിയുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് കിട്ടുന്ന എമൗണ്ട്, അതാണെന്ത് PDI, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കൺസപ്ഷൻ പ്ലസ് സേവിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ, പേടിക്കണ്ട. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ റിവൈൻഡ് ചെയ്തട്ടെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, GDP കണ്ടുപിടിച്ചു. GDP കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്തായി, GNP കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന GDPൻ്റെ കൂടെ ഇവിടെ GNP കേട്ടോ, GNP കണ്ടുപിടിക്കണമെങ്കിൽ GNPൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, നമ്മൾ NFI ആഡ് ചെയ്യണം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, NIT ആഡ് ചെയ്യണം. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ഇതിൻ്റെ GNP, ഇത് GNP MP ആട്ടോ. ഇനി GNP FC ആണ് കണ്ടുപിടിക്കുക. GNP FC എന്ന് പറയുമ്പോൾ എന്താ, ഒന്നും കൂടി ഒരു സെക്കൻഡ്, ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു എനിക്കൊരു തോന്നൽ, നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, GDP കണ്ടുപിടിച്ചു
അല്ലേ 3 മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്തു GDP കണ്ടുപിടിച്ചല്ലേ 3 മെത്തേഡ്സ് വഴി അത് നമ്മളെ ക്വസ്റ്റ്യനിൽ തരും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ആ ഇക്വേഷനിൽ 3 മെത്തേഡ്സിന് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക അതുവഴി നമുക്ക് എന്ത് കിട്ടും നമുക്ക് GDP കിട്ടും ഇനി നമുക്ക് എന്താ വേണ്ടേ GNP ആണല്ലേ GNP 2 തരത്തിലുണ്ട് GNP MP ഉണ്ട് GNP FC ഉണ്ട് അല്ലേ GNP MP GNP FC ഉണ്ട് GNP MP നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക അവിടെ GDP FC അതായത് ഇവിടെ നമ്മൾ ഇവിടെ GDP FC നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ GDP FC അല്ലേ അതിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അതെന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അതായത് GDP FC പ്ലസ് NFIA പ്ലസ് NIT അപ്പോൾ നമുക്ക് എന്ത് കിട്ടി GNP MP കിട്ടി അല്ലേ ഇനി എന്താണ് GNP FC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ ഉണ്ടാവുമല്ലോ ഇത് കിട്ടിയ ആൻസർ അല്ലേ കുട്ടികളെ ആ ആൻസർ എന്ത് ചെയ്യുക ഇവിടെ ഇട്ട് കൊടുക്കുക അതായത് എന്താണ് ആ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും GNP MP അല്ലേ എടാ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കില്ലേ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ അതിനർത്ഥം എന്താണ് GNP MP നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ അത് നമ്മളിവിടെ കൊടുക്കുക ഇതിൻ്റെ ആൻസർ പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ മൈനസ് NIT അപ്പോൾ നമുക്ക് എന്ത് കിട്ടി GNP FC കിട്ടി അല്ലേ ഇനി എന്താണ് ഇത് രണ്ടും കിട്ടിയില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് എന്താണ് GNP കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഇനി NDP MP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ വരിക ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ല GNP FC ലാസ്റ്റ് വന്ന സാധനം ഇയാൾ എന്ത് ചെയ്യും ഇവിടെ വരും അതായത് GNP FC ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മളത് മൈനസ് ചെയ്യല്ലേ NDP എന്ന് പറയുമ്പോൾ പിറകോട്ട് വരികയല്ലേ എന്തൊക്കെയാണ് മൈനസ് ചെയ്യുന്നത് NFIA മൈനസ് ചെയ്യുന്നില്ലേ NFIA മൈനസ് ചെയ്യുന്നു ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു പ്ലസ് എന്താണ് NIT അപ്പോൾ എന്തായി നമുക്ക് കിട്ടി NDP MP കിട്ടി ഇനി എന്താണ് NDP FC എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ അതായത് NDP MP അല്ലേ അതെന്ത് ചെയ്യുക NDP MP പിന്നെന്താണ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അതും കിട്ടിയില്ലേ ഇതും കിട്ടി NDP കിട്ടി ഇനി നെക്സ്റ്റ് എന്താ NNP അല്ലേ പിന്നെ ഇവിടെ ഇതാ അല്ലേ NNP MP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് എന്താ NDP FC അല്ലേ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ലാസ്റ്റ് അത് ഫസ്റ്റ് കൊടുക്കുക ദാറ്റ്സ് ഇറ്റ് NDP FC നമ്മൾ എഴുതുക അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം NFIA കൊടുക്കണം പ്ലസ് എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കുക അപ്പോൾ MP കിട്ടി ഇനി സെയിം എന്താണ് NNP FC എന്ന് പറയുമ്പോൾ എന്താ NNP FC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ അതായത് ഇതിൻ്റെ ആൻസർ അല്ലേ അതായത് NNP MP മൈനസ് NIT കിട്ടിയില്ലേ അവിടെ നമുക്ക് എന്ത് കിട്ടി NNP FC കിട്ടി NNP FC കിട്ടി അല്ലേ NNP FC നമുക്ക് എന്ത് ചെയ്തു ലാസ്റ്റ് കിട്ടി GDP നമ്മളിങ്ങനെ വന്ന് ലാസ്റ്റ് എന്തായി NNP FC നമുക്ക് ലാസ്റ്റ് കിട്ടി അതാണ് ഒരു എൻഡിങ് പോയിന്റ് ഇത് നിങ്ങൾക്ക് ചിലപ്പം ഒരു തവണ കണ്ടാൽ മനസ്സിലാവില്ല ഒരു 60% ക്ലിയർ കിട്ടും രണ്ടാമതും ഇത് റീവൈൻഡ് അടിച്ച് കാണുക ഒരു 50% ഐഡിയ കിട്ടും മൂന്നാമത് റിവൈൻഡ് അടിച്ച് കാണുക 30% സംശയമുണ്ട് നാലാമത് റിവൈൻഡ് അടിച്ച് കാണുക 100% നിങ്ങൾക്ക് ഓക്കെ ആവും കണ്ടുകൊണ്ടിരിക്കണം ബിക്കോസ് എന്താ പറയുക ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പക്ഷേ 4 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേഷൻസ് GDP ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അറിയാതെ വന്നോളും ഓക്കെ GDP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ GNP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ ചാടുക മുമ്പോട്ടേക്ക് ചാടുമ്പോൾ എന്താണ് NFIA ആഡ് ചെയ്യണം അതിലൂടെ NIT എന്തായാലും എപ്പോഴും വരുന്നതാണ് FC കാണുന്നുണ്ടെങ്കിൽ എന്താ ആ ആൻസർ മൈനസ് NIT ആണ് ബാക്കോട്ടേക്ക് പോവുക NDP എന്ന് പറയുമ്പോൾ എന്താ NFIA അതിൽ നിന്ന് കുറക്കണം ഡിപ്രീസിയേഷനും കുറക്കണം അതിന് വേണം NIT എപ്പോഴും ആഡ് ചെയ്യുന്ന ആഡ് ചെയ്യണം അപ്പോൾ എന്ത് കിട്ടി അവിടെ NDP കിട്ടി ഇനി NDP നമുക്ക് എന്ത് ചെയ്യണം NNPയിലേക്ക് ചാടുമ്പോൾ എന്താണ് വീണ്ടും എന്താണ് NFIA ആഡ് ചെയ്യാണ് പ്ലസ് എന്താണ് NIT കാണുകയാണ് അതിൻ്റെ FC കാണാൻ എന്താ ആ ആൻസറിന് NIT ലെസ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി NNP FC കിട്ടി ഓക്കെ ഇനി എന്താണ് NNP FCയുടെ കിട്ടി കേട്ടോ ഞാൻ അതൊന്ന് റബ്ബ് ചെയ്യണ്ടേ NNP FC നമുക്ക് കിട്ടി ഓക്കെ ഒരു സെക്കൻഡ് NNP FC നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്താണ് ശ്രദ്ധിച്ചേ NNP FC നമുക്ക് ഇവിടെ കിട്ടി ലാസ്റ്റ് ആ 4 വഴി അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം പേഴ്സണൽ ഇൻകം കണ്ടേ പേഴ്സണൽ ഇൻകം കാണുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ NNP FC ആണല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക് പിന്നെ NNP FCയിലെ ഇതാ പേഴ്സണൽ ഇൻകത്തിൽ ഫസ്റ്റ് കണ്ട NNP FC അല്ലേ ഫസ്റ്റ് വന്നേ പിന്നെ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പേഴ്സണൽ ഇൻകം കിട്ടും ഇനി പേഴ്സണൽ ഇൻകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പേഴ്സണൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത ലാസ്റ്റ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണണം അതായത് PDI അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും PI ആയിരിക്കും ടാക്സ് പേയ്മെൻറ്റ് നോൺ ടാക്സ് പേയ്മെൻറ്റ് ലെസ് ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ലാസ്റ്റുള്ള പേഴ്സണൽ ഇൻകം കിട്ടും GDP നമുക്ക് എന്ത് ചെയ്തു
പേഴ്സണൽ ഇൻകത്തിലേക്ക് നമ്മൾ എത്തി. എവിടുന്ന്? GDP മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ലേ? GDP മാത്രം മനസ്സിലാക്കി ആ Z മോഡലും മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻസ് വളരെ ക്ലിയറായി. ശരിയല്ലേ? അതാണ് എന്ത് ഈ പറയുന്ന ഈ ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വിഷയം പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് എന്താവും കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എന്ത് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇനി നമുക്ക് എന്താ ഒന്ന് റീവൈൻഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് എല്ലാം ഒന്ന് ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് മറിച്ച് നോക്കിയിട്ട് പോവാം. അപ്പോൾ മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് ഞാൻ പറഞ്ഞു. എന്താണ് പിന്നെ GDP എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വിത്തിൻ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് ഇവിടെ നടക്കുന്ന ഈ വിത്തിൻ ബൗണ്ടറി ലൈൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത്? GDP എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? 3 മെത്തേഡ്സ് ഉണ്ട് അല്ലേ? 3 മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, മുന്നേ ഒരുപാട് തവണ പറഞ്ഞു. ഈ പിന്നെ അതാണ് എന്ത് GDP എന്ന് പറയുന്നത്. GDP കിട്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? GDP പ്ലസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും അതിൻ്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GNP കിട്ടി. GDP GNP കിട്ടി. ഇനി എന്താ ഇനി നിങ്ങൾ പറയണം കേട്ടോ. ഇനി എന്തായിരിക്കും? NDP എന്ന് പറയുമ്പോൾ എന്താ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ചു, ഡിപ്രിസിയേഷൻ കുറച്ച് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? NDP കിട്ടി. ഇനി NDP നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മുന്നോട്ടേക്ക് ചാടി, NFIA മാത്രം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്ലസ് NIT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? NNP കിട്ടി അല്ലേ? NNP കിട്ടി. ഈ NNP വെച്ച് നമ്മൾ എന്ത് ചെയ്തു? പേഴ്സണൽ ഇൻകം കണ്ടുപിടിച്ചു. അതിൻ്റെ ആൻസറിന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി, പേഴ്സണൽ ഇൻകം കിട്ടി. ആ പേഴ്സണൽ ഇൻകം നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്തു? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണെന്ത് മൊത്തത്തിൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസിൽ ഈ രീതിയിലാണ്, ഈ ഫ്ലോയിലാണ് വിഷയങ്ങൾ വരുന്നത്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇനി എന്താണ്? ഇത് ഒരു ഇക്വേഷൻ കേട്ടോ. ഇതെന്ന് എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പഠിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിലൊന്നും ഞാൻ FC കൊടുത്തിട്ടില്ല. എന്താ അറിയോ? FC നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് കാണുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. Am I right? ഒരുപാട് ഇക്വേഷൻസ് കാണുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FC നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കാണാപ്പാട് നിങ്ങൾ പഠിക്കാനേ പാടില്ല കേട്ടോ. കാണാപ്പാട് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. GDP 3 മെത്തേഡ് ഉണ്ട്. അതിനുള്ള ആൻസർ GDPന് ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ NFI NIT കൊടുത്തപ്പോൾ നമുക്ക് GNP കിട്ടി. ഇനി ഇതിൻ്റെ FC കാണുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടി പറയട്ടെ. ഇതിൻ്റെ FC എങ്ങനെ കാണുക? പറയ്. ഈ ആൻസർ ഇല്ലേ എങ്ങനെയാണ് കാണുക? GNP FC എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക? ഈസ് ഈക്വൽ ടു GNP MP. ഇവിടെ കിട്ടിയ ആൻസർ മൈനസ് NIT. NDP FC എങ്ങനെ കാണുക? FC എങ്ങനെ കാണുക? ഇതിൻ്റെ ആൻസർ അതായതാണ് NDP MP മൈനസ് എന്താണ്? NIT. ഇനി NNPൻ്റെ FC എങ്ങനെ കാണുക? എങ്ങനെ കാണുക? ഇതിൻ്റെ ആൻസർ അല്ലേ, അതായത് NNP MP മൈനസ് എന്താണ്? NIT. ഇങ്ങനെയാണ് NNP FC വരുന്നത്. അതാണ് FC ഞാൻ പറഞ്ഞ പഠിക്കരുത് എന്ന് പറഞ്ഞത്. ഈ സാധനം കിട്ടിയാൽ മതി. ഓക്കെ, ഇതാണ് എന്ത് മൊത്തത്തിൽ ഇക്വേഷൻ കേട്ടോ. ഞാൻ ഒന്നും കൂടി ഇറേസ് ചെയ്യാം. എഴുതി വെക്കോ, സ്ക്രീൻഷോട്ട് എടുക്കുമോ, എന്തൊക്കെ ചെയ്യട്ടോ. അല്ലേ? ഓക്കെ ആണല്ലോ. ഇതാണ് മൊത്തത്തിലുള്ള ഇക്വേഷൻസ്. ഞാൻ ഒറ്റ ഒരു ലൈൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഇതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇതാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ബിഗിനിങ് പറഞ്ഞൊരു കാര്യം എന്താ? ഈ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ഇല്ലേ? ഇനി ഇതിനേക്കാൾ മികച്ചതാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും? വിഷയങ്ങൾ മനസ്സിലാകും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നമ്മുടെ ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി 24/7 നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക? ഈ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. Z മോഡൽ മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക്സ് എവരിവൺ.